തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ 13 വയസ്സുകാരിക്കായുള്ള തിരച്ചിലിൽ നിർണായക കണ്ടെത്തൽ. പെൺകുട്ടി നാഗർകോവിലിലും കന്യാകുമാരിയിലും റെയിൽവേ സ്റ്റേഷനുകളിൽ ഇറങ്ങിയതായി പോലീസിന്റെ നിഗമനം. നാഗർകോവിലിലെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. കന്യാകുമാരിയിൽ നിന്ന് കുട്ടി ചെന്നൈ എഗ്മോർ ട്രെയിനിൽ കയറിയെന്നും പോലീസ് പറയുന്നു. പോലീസ് ചെന്നൈയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ടിൻഡുദാസ് ആർ രാജീവ് എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം ടിൻഡുവിലേക്കാണ്. ടിൻഡു, ഈ കന്യാകുമാരിയിൽ നിന്ന് ഈ കുട്ടി ചെന്നൈ എഗ്മോർ ട്രെയിനിൽ കയറി എന്നുള്ളതാണോ ഏറ്റവും ഒടുവിലായി പോലീസിന് ലഭിച്ച വിവരങ്ങൾ? പോലീസ് ചെന്നൈയിലേക്ക് പുറപ്പെട്ടെന്ന് അറിയാൻ സാധിക്കുന്നുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, ഏറ്റവും പുതുതായിട്ട് നമുക്ക് കന്യാകുമാരിയിൽ നിന്നും പങ്കുവയ്ക്കാനുള്ള വിവരം, ഈ കുട്ടി കന്യാകുമാരിയിലും ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിർണായക CCTV ദൃശ്യങ്ങൾ ഈ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ CCTV റൂമിൽ നിന്ന് തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഏറ്റവും പുതുതായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ റെയിൽവേയിലെ ഒരു ശുചീകരണ തൊഴിലാളി ഇത്തരത്തിൽ ഈ കുട്ടി ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നതും കയറുന്നതും കണ്ടിട്ടുണ്ട്. നിരവധി തവണ കുട്ടി ഇത്തരത്തിൽ ട്രെയിനിൽ നിന്ന് ഇറങ്ങുകയും കയറുകയും ചെയ്തു. അത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഏറ്റവും പുതുതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ കുട്ടി കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്ന ദൃശ്യം ാണ് ഇനി നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ കുട്ടി എന്തായാലും കന്യാകുമാരിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വന്നിട്ടുണ്ട്. പാറശാല 2:20 പാറശാലയിൽ വെച്ച് കുട്ടിയുടെ ഫോട്ടോ എടുക്കുന്നു. 3:20 1 മണിക്കൂറിനകത്ത് കുട്ടി 2 റെയിൽവേ സ്റ്റേഷനുകളാണ് ഇറങ്ങുന്നത്. ഒന്ന് നാഗർകോവിലും ഒന്ന് കന്യാകുമാരിയിലും. 3:05 കുട്ടി നാഗർകോവിലിൽ ഇറങ്ങി വെള്ളം കുടിക്കുന്നു. അതിനുശേഷം തിരിച്ച് ആ ട്രെയിനിലേക്ക് തന്നെ കയറുന്നു. 3:20 ഐലൻഡ് എക്സ്പ്രസ് കന്യാകുമാരിയിൽ എത്തുന്നു. അവിടെ നിന്നും കുട്ടി ഇത്തരത്തിൽ ട്രെയിനിൽ നിന്നും പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങുന്നു. പിന്നെയും പ്ലാറ്റ്ഫോമിൽ നിന്ന് ട്രെയിനിലേക്ക് കയറുന്നു. അപ്പോൾ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നത് ആവർത്തിച്ച് ഇത്തരത്തിലുള്ള ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നത് കണ്ടതുകൊണ്ടാണ് ഈ ശുചീകരണ തൊഴിലാളിയായ സ്ത്രീ ഈ കാര്യം ശ്രദ്ധിക്കുന്നത്. ഈ സ്ത്രീ പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട് എന്ന നിർണായകമായിട്ടുള്ള തെളിവുകളാണ് അല്ലെങ്കിൽ വിവരങ്ങളാണ് ഈ മണിക്കൂറുകളിൽ ഏറ്റവും പുതുതായിട്ട് പുറത്തു വന്നത്. അങ്ങനെയെങ്കിൽ ഈ കുട്ടി നിരവധി തവണ ഐലൻഡ് എക്സ്പ്രസിൽ കയറുകയും ഇറങ്ങുകയും ചെയ്തിട്ട് ഈ ശുചീകരണം നടക്കുന്ന സമയത്ത് കുട്ടി ട്രെയിനിൽ നിന്നും പുറത്തിറങ്ങിയിരിക്കണം. ആ CCTV ദൃശ്യങ്ങളാണ് ഇനി ആവശ്യമുള്ളത്. ആ CCTV ദൃശ്യങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ഈ കുട്ടി എങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നിർണായകമായിട്ടുള്ള തെളിവ് ലഭിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, 2 സാധ്യതകളാണ് പോലീസ് മുന്നിൽ കാണുന്നത്. ഒന്ന് ദിബ്രുഗഡിലേക്കുള്ള, അതായത് അസം ദിബ്രുഗഡിലേക്കുള്ള വിവേക് എക്സ്പ്രസ്, ഒന്ന് ചെന്നൈ എഗ്മോർ. അതായത് ഐലൻഡ് എക്സ്പ്രസ് ആയി വരുന്ന ഐലൻഡ് എക്സ്പ്രസ് കന്യാകുമാരിയിലേക്ക് എത്തുന്ന ഐലൻഡ് എക്സ്പ്രസ് 5:30 ശേഷം ആ ട്രെയിന് ചെന്നൈ എഗ്മോർ ആയിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. പിറ്റേ ദിവസം പുലർച്ചെ 5:00 ആ ട്രെയിൻ ഇവിടെ എത്തുന്നു. ആ ട്രെയിന് പിന്നീട് രാവിലെ 10:10 ഐലൻഡ് എക്സ്പ്രസ് ആയിട്ട് കന്യാകുമാരിയിൽ നിന്ന് തിരികെ ബാംഗ്ലൂരിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ട്രെയിന്, അതായത് ഈ കുട്ടി വന്ന ട്രെയിനിൽ തന്നെ നിരവധി തവണ കുട്ടി കയറുകയും ഇറങ്ങുകയും ചെയ്തു. കുട്ടി വെള്ളം കുടിച്ചിട്ടുണ്ട്, പൈപ്പിൽ നിന്ന് വെള്ളം കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ശുചീകരണം നടക്കുന്ന സമയത്ത് കുട്ടി ട്രെയിനിൽ നിന്ന് മാറിയിരിക്കണം. എന്നിട്ട് കുട്ടി അതിനുശേഷം ഈ ട്രെയിനിലേക്ക് തന്നെ കയറിയിരുന്നു. കുട്ടി ചെന്നൈയിലേക്ക് പോയിട്ടുണ്ടാകാനാണ് സാധ്യത. അപ്പോൾ അതോടൊപ്പം തന്നെ വിവേക് എക്സ്പ്രസിൽ കയറാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. കാരണം അങ്ങനെ വിവേക് എക്സ്പ്രസിൽ കയറാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. കാരണം അങ്ങനെയെങ്കിൽ നാളെ അസമിലേക്ക് എത്തുന്ന ട്രെയിൻ, നാളെയാണ് ദിബ്രുഗഡിലേക്ക് പോകുന്ന വിവേക് എക്സ്പ്രസ്, അസമിലേക്ക് പോകുന്ന വിവേക് എക്സ്പ്രസ് നാളെയാണ് അവിടെ എത്തിച്ചേരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത, അതിനൊരു കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നില്ല എങ്കിലും കൂടുതൽ സാധ്യത മുന്നിൽ കാണുന്നത് ചെന്നൈയിലേക്ക് പോകാനാണ്. അപ്പോൾ ചെന്നൈ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം, അതായത് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ പങ്കുവച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നത്. കാരണം കന്യാകുമാരി മുതൽ ചെന്നൈ വരെയുള്ള റെയിൽവേ സ്റ്റേഷനുകൾ, ഇതിൽ ഏതൊക്കെ സ്റ്റേഷനുകളിൽ കുട്ടി ഇറങ്ങിയിട്ടുണ്ട്, ചെന്നൈ പോലുള്ള ഒരു വലിയൊരു സ്റ്റേഷനിൽ ഈ കുട്ടിയെ കണ്ടെത്തുക, ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ടുള്ള അന്വേഷണം മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ശ്രമകരമായിട്ടുള്ളൊരു കാര്യം തന്നെയായിരിക്കും. കുട്ടി എന്തായാലും കന്യാകുമാരിയിൽ എത്തിയിട്ടുണ്ട് എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ കുട്ടി കന്യാകുമാരിയിൽ സുരക്ഷിതമായി എത്തിയിട്ടുണ്ടോ എന്നൊരു കാര്യത്തിൽ ആശങ്കയുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട കഴിഞ്ഞ മണിക്കൂറിൽ കുട്ടി ഇത്തരത്തിൽ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടോ എന്നൊരു ആശങ്കയും നിലനിന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ
നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പോലീസ് പുറത്തുവിടുന്നത് കുട്ടി കന്യാകുമാരിയിൽ ഇറങ്ങിയിട്ടുണ്ട്. 3:30 കുട്ടി ഇത്തരത്തിൽ കന്യാകുമാരിയിൽ എത്തിയിട്ട് 3:20 കുട്ടി കന്യാകുമാരിയിൽ എത്തുകയും നിരവധി തവണ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങുകയും പ്ലാറ്റ്ഫോമിൽ ട്രെയിനിലേക്ക് കയറുകയും ചെയ്തിട്ടുണ്ട്. കുട്ടി വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങി. ഈ ദൃശ്യങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷനിലെ ഒരു ശുചീകരണ തൊഴിലാളിയായിട്ടുള്ള സ്ത്രീ കണ്ടിട്ടുണ്ട്. ഈ സ്ത്രീ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ വിവരങ്ങൾ, ഈ CCTV ദൃശ്യങ്ങളാണ് ഇനി കണ്ടെത്തേണ്ടത്. അതായത് കുട്ടി എവിടെ മാറിയിരുന്നു, അതായത് ഒരു പക്ഷേ ഈ ട്രെയിനിന്റെ ശുചീകരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് ഈ കുട്ടി എവിടെ മാറിയിരുന്നു എന്നുള്ള CCTV ദൃശ്യങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ 4 മണിക്കൂറുകൾ പ്രധാനപ്പെട്ട മണിക്കൂറുകളായിരുന്നു. ഈ മണിക്കൂറുകളിൽ RPFന്റെ CCTV കൺട്രോൾ റൂമിൽ നിന്നും കേരള പോലീസിന്റെയും തമിഴ്നാട് പോലീസിന്റെയും നേതൃത്വത്തിൽ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്ന നടപടിക്രമങ്ങൾ നടന്നിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും ലഭിക്കാത്ത ഒരു നിർണായകമായിട്ടുള്ള വിവരമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. നമുക്ക് ഇങ്ങനെ അനുമാനിക്കാം, ഇത്തരത്തിൽ ഈ കുട്ടിയെ കണ്ടു കഴിഞ്ഞു എന്നുള്ള മൊഴി ശുചീകരണ തൊഴിലാളിയായിട്ടുള്ള സ്ത്രീ നൽകിയതിനു ശേഷമാണ് CCTVയുടെ അല്ലെങ്കിൽ CCTV ദൃശ്യങ്ങൾ കുറച്ചുകൂടി കാര്യമായിട്ട് ഒരുപക്ഷെ പരിശോധിക്കാൻ തുടങ്ങിയതെന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ഈ മൊഴിക്ക് ശേഷമായിരിക്കണം ഈ ദൃശ്യങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്നതും ഈ ദൃശ്യങ്ങൾ കാര്യമായി പരിശോധിച്ചതും. നാഗർകോവിലെ ദൃശ്യങ്ങൾ ലഭിച്ചതിന് ശേഷമാണ് കന്യാകുമാരിയിലെ ദൃശ്യങ്ങൾ ലഭിക്കുന്നത്. കന്യാകുമാരിയിൽ നിന്നും ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ല എന്നും കന്യാകുമാരിയിൽ ഇത്തരത്തിൽ CCTV കുട്ടിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ല എന്ന നിഗമനത്തിലൊടുവിലാണ് ഇത്തരത്തിൽ നാഗർകോവിലേക്ക് പോകുന്നത്. നാഗർകോവിൽ നിന്നും കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ CCTV ദൃശ്യങ്ങൾ ലഭിക്കുന്നത്. കാരണം നാഗർകോവിലിൽ ട്രെയിൻ കുറച്ച് സമയം മാത്രമേ നിർത്തിയിട്ടിരുന്നുള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 3:05 ട്രെയിൻ വന്നു. 3:5 ശേഷം ഏതാണ്ട് 3:10 തന്നെ ട്രെയിൻ എടുക്കുന്നു. അപ്പോൾ വളരെ കുറച്ച് സമയമാണ് ഐലൻഡ് എക്സ്പ്രസ് അവിടെ ഉണ്ടായിരുന്നത്. ഈ കുറച്ച് സമയത്തിനുള്ളിൽ ഇറങ്ങിയ ആളുകളുടെ ദൃശ്യങ്ങളാണ് ശേഖരിക്കാനുണ്ടായിരുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്നും പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ കുട്ടിയുടെ നിർണായകമായിട്ടുള്ള വിവരങ്ങളും ദൃശ്യങ്ങളും ലഭിക്കുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ നടത്തിയ കൂടുതൽ മൊഴിയെടുപ്പിൽ തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലൊക്കെയാണ് ഇത്തരത്തിലൊരു സ്ത്രീയുടെ മൊഴി കിട്ടുന്നത്. ഈ മൊഴിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വീണ്ടും CCTV പരിശോധിക്കുന്നു. ആ CCTVയിൽ നിന്നുമാണ് ഇത്തരത്തിൽ നിർണായകമായിട്ടുള്ള വിവരം ലഭിക്കുന്നത്. കുട്ടി ചെന്നൈയിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് പോലീസ് നിലവിൽ അനുമാനിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കുട്ടി അസമിലേക്ക് പോയിട്ടുണ്ടോ എന്നൊരു സാധ്യതയും പരിശോധിക്കുന്നുണ്ട്. ഇനി രണ്ടാമത് പറഞ്ഞ കാര്യം, അതായത് അസമിലേക്കാണ് കുട്ടി പോയതെങ്കിൽ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതലായിട്ടും ഒരു പക്ഷേ ഉത്തരവാദിത്തം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ ബാധ്യത ഉണ്ടാക്കുന്ന വിഷയമായി തീരും. കാരണം കുട്ടി അങ്ങനെയെങ്കിൽ ഇപ്പോൾ കേരളം വിട്ടിരിക്കണം. കഴിഞ്ഞ ദിവസം അർണോ എക്സ്പ്രസ് പാലക്കാട് എത്തിയപ്പോൾ തന്നെ ഇത്തരത്തിലൊരു കുട്ടി ഉണ്ടായിരുന്നു എന്നൊരു വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ശക്തമാക്കിയിരുന്നു. പക്ഷേ കോയമ്പത്തൂർ വരെ അന്വേഷണം പോയിട്ടുണ്ടായിരുന്നു. കാരണം കേരളം വിട്ടുപോയി കഴിഞ്ഞു. ഇതുപോലെ തന്നെ ഇത്തരത്തിൽ കുട്ടി മറ്റേ ഈ വിവേക് എക്സ്പ്രസ്സിലുണ്ട് എങ്കിൽ കുട്ടി കേരളം വിടാനുള്ള സാധ്യത കൂടുതലാണ്. ആ ഒരു സാധ്യതയെക്കാട്ടും ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത് ഐലൻഡ് എക്സ്പ്രസ്സിൽ കുട്ടി ഉണ്ടായിരുന്നു. ഐലൻഡ് എക്സ്പ്രസ് പിന്നീട് ചെന്നൈയിലേക്ക് പോകുന്നു. ആ ട്രെയിനിൽ തന്നെ കുട്ടി ചെന്നൈയിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ മുന്നിൽ കാണുന്നത്. എന്നുള്ളതാണോ പോലീസ് ഏറ്റവും കൂടുതൽ അതിൻ്റെ ഒരു കൃത്യത ഒരുപക്ഷെ പോലീസിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെയാണോ? കന്യാകുമാരിയിലെ പൊതുസ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് കുട്ടിക്കായുള്ള പരിശോധന നടക്കുന്നുണ്ടോ? അതോ ഈ കുട്ടി ചെന്നൈ എഗ്മോർ ട്രെയിനിൽ കയറി എന്നുള്ളത്, അതോ വിവേക് എക്സ്പ്രസിൽ കയറി അസമിലേക്ക് പോയിട്ടുണ്ട്, കന്യാകുമാരി വിട്ടു എന്നുള്ളതിലാണോ പോലീസിന്റെ ഒരു ഉറച്ച നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഏതൊരു ഊഹത്തിന്റെ പുറത്തായിരിക്കും? ലക്ഷ്മി, കന്യാകുമാരി വിട്ടു എന്ന ഒരു അഭിപ്രായത്തിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണത്തിലായിട്ട് ചെന്നൈയിലേക്ക് പോകുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ കുഴുത്തുറ, എർണിയൽ തുടങ്ങിയ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തിയിരുന്നു. പ്രാദേശികമായിട്ടുള്ള അത്തരം അന്വേഷണത്തിലൊന്നും കുട്ടിയെ കണ്ടെത്താനായിട്ടില്ല. ഇന്ന് രാവിലെ ഏതാണ്ട് 7 മണി മുതൽ 6:40 ഇവിടെ പോലീസ് എത്തുന്നു. ഏതാണ്ട് 7 മണിയോടുകൂടി റെയിൽവേ സ്റ്റേഷൻ, അതോടൊപ്പം തന്നെ ബീച്ചിന്റെ പ്രധാന ഭാഗങ്ങൾ, ഈ മേഖലയിലുള്ള ലോഡ്ജുകൾ, അതോടൊപ്പം തന്നെ ഈ വിവേകാനന്ദ ബീച്ച്, അതോടൊപ്പം തന്നെ കന്യാകുമാരി ക്ഷേത്രം, ഈ കന്യാസ്ത്രീമാരുടെ സ്റ്റഡി സെന്ററുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം, ഈവൻ നമ്മുടെ ഈ വ്യൂ പോയിന്റിൽ വരെ, അതായത് ഏറ്റവും വ്യൂ പോയിന്റിൽ വരെ കുട്ടിയെ 4 തവണയോളം അന്വേഷിക്കുന്ന 4 തവണയോളം പോലീസ് അന്വേഷിച്ചിരുന്നു. പക്ഷേ ആ അന്വേഷണം
അന്വേഷണങ്ങളിലും ആ തെരച്ചിലൊന്നും കുട്ടീനെ കണ്ടെത്താനായില്ല. ആ ഒരു സാഹചര്യത്തിൽ തന്നെ കന്യാകുമാരി കേന്ദ്രീകരിച്ചുള്ള പ്രാദേശികമായിട്ടുള്ള അന്വേഷണം ഒരു മന്ദഗതി കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുട്ടി പുറത്തേക്ക് പോയിട്ടില്ല എന്നുള്ളതാണോ? ഈ വ്യൂ പോയിന്റിൽ ഉൾപ്പെടെ അന്വേഷണം നടത്തിയപ്പോൾ ഒരുപക്ഷെ അവിടെ ഉള്ളവരത്തൊക്കെ കുട്ടിയുടെ ഫോട്ടോ കാണിച്ച പോലീസ് അങ്ങനെ തന്നെയാണല്ലോ അന്വേഷണം നടക്കുക. ആ കുട്ടിയെ പൊതുസ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണോ? കുട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണോ? തീർച്ചയായിട്ടും ലക്ഷ്മി, കുട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. കുട്ടി മറ്റ് പൊതുസ്ഥലങ്ങളിലേക്ക് പോയിട്ടില്ല. കന്യാകുമാരിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊന്നും അല്ലെങ്കിൽ കന്യാകുമാരിയുമായിട്ട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലേക്കൊന്നും കുട്ടി പോയിട്ടില്ല എന്നൊരു വിവരം തന്നെയാണ്. അതായത് ഈ ഐലൻഡ്, ഞാൻ നേരത്തെ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ പറഞ്ഞതുപോലെ ഐലൻഡ് എക്സ്പ്രസ് ഇവിടെ വന്നതിന് ശേഷം 2 മണിക്കൂറുകൾക്ക് ശേഷം ഈ ഐലൻഡ് എക്സ്പ്രസ് തന്നെ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് ആയിട്ട് ചെന്നൈയിലേക്ക് പോകും. ആ ട്രെയിൻ പിറ്റേ ദിവസം പുലർച്ചെ 5:30 ആ ട്രെയിൻ ഇവിടെ കന്യാകുമാരിയിൽ വരും. രാവിലെ 10:10 ആ ട്രെയിൻ ഐലൻഡ് എക്സ്പ്രസ് ആയിട്ട് തിരിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അതായത് തിരുവനന്തപുരത്ത് നിന്നും വന്ന ഈ ഐലൻഡ് എക്സ്പ്രസ് ആണ് 5:10 ചെന്നൈ എഗ്മോർ ആയിട്ട് ചെന്നൈയിലേക്ക് പോയത്. അങ്ങനെയെങ്കിൽ കുട്ടി ഈ ട്രെയിനിൽ തന്നെ, ഈ വന്ന ട്രെയിനിൽ തന്നെ നിരവധി തവണ കയറുകയും ഇറങ്ങുകയും ചെയ്തത് ഈ ശുചീകരണ തൊഴിലാളിക്ക് സംശയമുണ്ടായി. പക്ഷേ അവരത് അന്നേരത്ത് സംശയമുണ്ടായതുകൊണ്ട് അത് ചോദിച്ചില്ല. പിന്നീട് അന്വേഷണങ്ങൾ ഊർജിതമാക്കിയതോടെയാണ് ഈ ശുചീകരണ തൊഴിലാളി ഇത്തരത്തിലൊരു മൊഴി കൊടുക്കുന്നത്. അതായത് ഈ കുട്ടി ആ ട്രെയിനിൽ തന്നെ ഇരിക്കാൻ അല്ലെങ്കിൽ തുടരാൻ ആഗ്രഹിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ നിരവധി തവണ കയറുകയും ഇറങ്ങുകയും ചെയ്തു. ഏതാണ്ട് 5:30 മണിയോടുകൂടി ആയപ്പോൾ ഇന്ന് പോയ പോലെ തന്നെ സമാനമായ രീതിയിൽ ഐലൻഡ് എക്സ്പ്രസ് ചെന്നൈ എഗ്മോർ ആയിട്ട് ചെന്നൈയിലേക്ക് പോയി. അതുകൊണ്ട് തന്നെ കുട്ടി നിരവധി തവണ ട്രെയിനിൽ കയറുകയും ഇറങ്ങുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഈ കുട്ടി ഈ ചെന്നൈയിലേക്ക് പോകാനാണ് സാധ്യത എന്ന ഊന്നിക്കൊണ്ടുള്ള അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും പുരോഗമിക്കുന്നത്. വരും മണിക്കൂറുകൾ ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം ഈ പ്ലാറ്റ്ഫോമിലെ ചില CCTVകൾ ഈ പ്ലാറ്റ്ഫോം നവീകരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനരഹിതമാണ്. ചില CCTVകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ആ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പകർത്തുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അതായത് കുട്ടി നാഗർകോവിലും അതോടൊപ്പം തന്നെ കന്യാകുമാരിയിലും ഇറങ്ങിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങളും പ്രധാനപ്പെട്ട ഒരു മൊഴിയും ലഭിച്ചിട്ടുണ്ട്. ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ മൊഴി തെറ്റായ രീതിയിൽ ഒരുപക്ഷെ ഈ കേസിനെ ലീഡ് ചെയ്തുവെങ്കിലും പ്രധാനപ്പെട്ട 2 CCTV ദൃശ്യങ്ങളും ഒരു മൊഴിയും ലഭിച്ചിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ ഏറ്റവും ശുഭപ്രതീക്ഷമായൊരു വാർത്ത പ്രതീക്ഷിക്കാം. കുട്ടി ചെന്നൈയിലേക്ക് പോയിട്ടുണ്ട് എന്ന അനുമാനത്തിൽ ഊന്നിക്കൊണ്ടാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ലക്ഷ്മി, ഈ മിസ്ലീഡ് ചെയ്യുന്ന ഒരു വിവരം ഓട്ടോക്കാരിൽ നിന്ന് ലഭിച്ചത് കുട്ടി പുറത്തേക്ക് ഇറങ്ങി എന്നുള്ള രീതിയിൽ തിരച്ചിൽ നടത്തി വിലപ്പെട്ട കുറച്ച് സമയം നഷ്ടപ്പെട്ടു എന്നുള്ളൊരു നിഗമനത്തിലെത്തണോ ടിൻഡു? അതായത് ഈ ഓട്ടോക്കാരൻ്റെ മൊഴിയുമായി ബന്ധപ്പെട്ട് ഓട്ടോക്കാരൻ നൽകിയ മൊഴിയിൽ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഓട്ടോക്കാരനെയും കൊണ്ട് ഈ പ്രദേശത്തൊക്കെ പോയി. അതായത് ഓട്ടോക്കാരൻ നൽകിയ മൊഴി പറയുന്നത് ഇങ്ങനെയാണ്: ഈ കുട്ടി ഇതിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്, ഈ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. സ്റ്റേഷന് പുറത്തിറങ്ങുന്ന സമയത്താണ് ഇത്തരത്തിൽ കുട്ടിയെ കാണുന്നത് എന്നൊരു തരത്തിലുള്ള മൊഴിയായിരുന്നു ഓട്ടോക്കാരൻ നൽകിയത്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അയാളെയും കൊണ്ട് അയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ കുട്ടി പുറത്തേക്ക് പോയി എന്ന് പറയുന്നു. അപ്പോൾ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ ബീച്ചിൻ്റെ പ്രദേശങ്ങളിലും കന്യാകുമാരിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് പ്രദേശങ്ങളിലുമൊക്കെ അന്വേഷണം ആരംഭിക്കുന്നത്. പക്ഷേ ആ പുറമേ ഉള്ള അന്വേഷണങ്ങളിലൊന്നും കുട്ടി ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ കുട്ടി അവിടെ ഉണ്ട് എന്നുള്ള പുറമേ ഉള്ള അന്വേഷണങ്ങളൊന്നും കണ്ടെത്താനായിട്ടില്ല. ഒരുപക്ഷെ അത് ഒരുപക്ഷെ ഒരു മിസ്ലീഡിംഗ് മൊഴി ആയിരുന്നിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇത്രയും സമയമെടുത്തത് എന്ന് മനസ്സിലാക്കേണ്ടി വരും. എന്തായാലും ആ സമയമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ശുചീകരണ തൊഴിലാളിയായിട്ടുള്ള സ്ത്രീ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു മൊഴി നൽകിയിരിക്കുന്നു. ഈ കുട്ടി ഇറങ്ങുന്നത് വ്യക്തമായി അവർ കണ്ടിട്ടുണ്ട്. അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ CCTV ദൃശ്യങ്ങൾ ഒന്നുകൂടി പരിശോധിക്കുന്നത്. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിർണായകമായിട്ടുള്ള ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ കുട്ടി അതേ ട്രെയിനിൽ തന്നെ, അതായത് ഐലൻഡ് എക്സ്പ്രസ് ചെന്നൈ എഗ്മോറായി മാറുന്ന അതേ ട്രെയിനിൽ തന്നെ കുട്ടി ചെന്നൈയിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത ഊന്നിക്കൊണ്ടാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കഴിഞ്ഞ 30 മണിക്കൂറുകളായിട്ട് ഈ കഴക്കൂട്ടത്തെ ഈ പെൺകുട്ടി, അസം സ്വദേശിയായിട്ടുള്ള 13 വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള അന്വേഷണമാണ് പുരോഗമിച്ചത്. ഒരുപക്ഷെ ആ പാറശാല സ്വദേശി വിദ്യാർത്ഥിനിയുടെ മൊഴി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയുടെ വെളിപ്പെടുത്തൽ കുറച്ചുകൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ, കുറച്ചുകൂടി നേരത്തെ
ലഭിച്ചിരുന്നുവെങ്കിൽ ഒരു നേരത്തെ, അതായത് ഏതാണ്ട് ആ കുട്ടി കണ്ട സമയത്ത് തന്നെ 2:20 കാണുന്നത്, ആ കുട്ടി കണ്ട ഒരു അരമണിക്കൂറിനകത്ത് തന്നെ ലഭിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ കുട്ടിയെ നേരത്തെ തന്നെ നമുക്ക് ഒരുപക്ഷെ കണ്ടെത്താൻ സാധിക്കുമെന്ന്. പക്ഷേ പരാതി ലഭിച്ചതൊക്കെ വളരെ വൈകിയാണ്. വീട്ടുകാർ ഈ വിഷയമായിട്ടുള്ള സഹകരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീട്ടുകാർ പലതും പറയാൻ മടിക്കുന്നുണ്ട്, വീട്ടുകാർ പോലീസുമായിട്ട് സഹകരിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വിവരങ്ങളുടെ അഭാവവും ഒക്കെ ഈ കേസിനെയൊക്കെ കാര്യമായിട്ടൊക്കെ ബാധിച്ചിട്ടുണ്ട്. എന്തായാലും അവസാനമായിട്ട് ഒരുപക്ഷെ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ നിർണായകമായിട്ടുള്ള മൊഴി, നിർണായകമായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ ലഭിക്കുന്നു. വരും മണിക്കൂറുകൾ എന്തായാലും ശുഭപ്രതീക്ഷ ഉള്ളതായിരിക്കും. കുട്ടി ചെന്നൈയിലേക്ക് പോയിട്ടുണ്ട് എന്ന് അനുമാനിക്കുന്നു. എന്തായാലും ചെന്നൈയിൽ കുട്ടിയുടെ സഹോദരനില്ല, സഹോദരൻ ഇപ്പോൾ ബാംഗ്ലൂരാണ്. അങ്ങനെയെങ്കിൽ ഈ കുട്ടിക്ക് ഒരുപക്ഷെ സഹോദരനുമായിട്ട് ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചിരിക്കണമെന്നില്ല. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ കുട്ടി ഇത്തരത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് ചെന്നൈയിലേക്ക് പോയിരിക്കണമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടിയുടെ മാതാപിതാക്കളും കുട്ടിയുമായിട്ട് സൗത്ത് ഇന്ത്യയിലെ ഈ സ്ഥലങ്ങളിലൊക്കെ, അതായത് ദക്ഷിണേന്ത്യയിലെ തമിഴ്നാട്, കേരളം പോലുള്ള തമിഴ്നാട്, കേരളം, കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ നേരത്തെ വന്നിരിക്കണം. അതുകൊണ്ടായിരിക്കണം ആ കുട്ടി ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പോയിട്ടുള്ളത്. പക്ഷേ അത്തരത്തിൽ നേരത്തെ ദക്ഷിണേന്ത്യയിലൊക്കെ എത്തിയിട്ടുണ്ടോ എന്നുള്ള ആ ചോദ്യങ്ങൾക്കൊന്നും ഇത്തരത്തിൽ വ്യക്തമായിട്ടുള്ളൊരു മറുപടി മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടില്ല. അതും ഈ ഒരു കേസിൽ ഒരുപക്ഷെ സമയം വൈകാനും കണ്ടെത്തലുകൾക്കൊക്കെ വൈകാനൊക്കെ കാരണമായിട്ടുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലക്ഷ്മി, തസ്മിത് പോയിരിക്കുന്നത് ചെന്നൈയിലേക്കാണോ അസമിലേക്കാണോ എന്നുള്ളതാണ്. കുട്ടി ചെന്നൈ എഗ്മോർ ട്രെയിനിൽ കയറിയെന്ന് പോലീസ് പറയുന്നു. പോലീസ് ചെന്നൈയിലേക്ക് പുറപ്പെട്ടു എന്ന് അറിയാൻ സാധിക്കുന്നു. ടിൻഡു ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.